സുന്നി എന്ന് പറഞ്ഞാ അതാ. അള്ള പറഞ്ഞത് ചെയ്യാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചെയ്യാ, പറയാത്ത ചെയ്യരുത്. അല്ല, മുഹമ്മദ് നബി പറഞ്ഞോളന്ന് ഇപ്പൊ നിർബന്ധം, നല്ല കാര്യമായ പോലെ അല്ല. യഹ്ദൂന ബി അംരിനാ, വേറെ ഒരു ഹദീസിൽ കാണാം, വയഫഅലൂന മാ ലാ യുമറൂൻ, കൽപ്പിക്കപ്പെടാത്തത് പ്രവർത്തിക്കുന്നവർ. പുത്തൻവാദികളെ കുറിച്ച് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വയഫഅലൂന മാ ലാ യുമറൂൻ, കൽപ്പിക്കപ്പെടാത്തത് പ്രവർത്തിക്കരുത്. റബീഉൽ അവ്വൽ 12 നബിദിനാഘോഷം നടത്തണമെന്ന് അള്ള കൽപ്പിച്ചിട്ടില്ല, എങ്കിൽ നിങ്ങളത് പ്രവർത്തിക്കരുത്. മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടില്ല, എങ്കിൽ നിങ്ങളത് പ്രവർത്തിക്കരുത്. റജബ് 27 നോമ്പെടുക്കാൻ അള്ള പഠിപ്പിച്ചിട്ടില്ല, എങ്കിൽ നിങ്ങളത് ചെയ്യരുത്. മുഹമ്മദ് റസൂൽ പഠിപ്പിച്ചിട്ടില്ല, എങ്കിൽ നിങ്ങളത് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ അധപ്പതിക്കും, നിങ്ങൾക്ക് നേതൃപദവി നഷ്ടപ്പെടും. കാരണം നേതൃപദവി കിട്ടാനുള്ള കാരണങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്തിബാഉർ റസൂൽ, പ്രവാചകനെ പിന്തുടരണം, അള്ളാഹു പറഞ്ഞത് മാത്രം പ്രവർത്തിക്കണം. യഹ്ദൂന ബി അംരിനാ. രണ്ടാമത്തെ ക്വാളിറ്റി എന്താണ്? ലമ്മാ സ്വബറൂ, അള്ളാഹു പറഞ്ഞതനുസരിച്ചു കൊണ്ട് തന്നെ പ്രവർത്തിക്കുമ്പോൾ പ്രയാസം ഉണ്ടാവും. ആളുകൾ കളിയാക്കും, ഓന് ഖുറാനിലുള്ള മാത്രമേ എടുക്കുള്ളൂ, ഖുറാനോ ഹദീസും എന്നാ പറയാ, അതിന്റെ അപ്പുറം ഒന്നും ഓൻ എടുക്കൂല. ഉസ്താദ് പറഞ്ഞത് വേണ്ട, ഓന്റെ വാപ്പ പറഞ്ഞു കൊടുത്തത് അവന് വേണ്ട, അള്ള പറഞ്ഞത് മാത്രമേ എടുക്കുള്ളൂ. ഖുറാനും സുന്നത്തും മുറുക്കി പിടിക്കണം എന്നവൻ പറയുന്നത്. ഓൻ എവിടെ നിന്ന് വന്നതാണ്? അപ്പൊ കഴിഞ്ഞു പോയ ആൾക്കാർക്കൊന്നും തിരിയൂലേ? ആളുകൾ ചോദിക്കും, പരിഹസിക്കും. അപ്പോൾ ഇട്ട് എറിഞ്ഞ് ഒഴിവാക്കി പോകാൻ പാടില്ല. ലമ്മാ സ്വബറൂ,